കുറച്ച് സമയം നമ്മുടെ പറമ്പിലൊന്ന് മെനക്കെടാമെന്നുണ്ടെങ്കിൽ, ക്ഷമയോടുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മുറം നിറയെ കൊട്ടം നിറയെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലും, ഇന്ന് ഞാനൊരു വിളവെടുപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ചിലരെങ്കിലുമൊക്കെ കിടന്ന് ഉറക്കമായിരിക്കും, ചിലരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കാം, ചിലരൊക്കെ അവരുടെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി കൃഷികളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. ഞാനും അതേപോലെ മുറമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ കറിക്കുള്ളതൊക്കെ ഒപ്പിക്കണം. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നമ്മുടെ വിളവെടുപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പം വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വിളവെടുക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം ഇതേപോലെ കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിത്തുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ വെറൈറ്റി വിത്തുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന എൻ്റെ കുറ്റിപ്പയറാണ് കേട്ടോ. VU5 എന്നാണ് ഇതിൻ്റെ പേര്. ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് സമയത്ത് ഇട്ടാലും ഇത് കിളിച്ചു വരുന്നതായ ഒരു പയറാണ് കേട്ടോ. പ്രകൃതിയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കിളികൾ വന്ന് തിന്നിട്ട് പോകുന്നതാണിത്. അപ്പോൾ അവരും കഴിക്കട്ടെ. അപ്പോൾ നമുക്കിത് പിച്ചി എടുക്കാം. എല്ലാം ഫുള്ള് പയർ മണികളായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പയറിന്. ഓരോ കൊലയിൽ തന്നെ കുറേ അങ്ങ് പിടിച്ചോളും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിന് പന്തലിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് കുറ്റിയായിട്ടങ്ങ് പടർന്ന് തറയിൽ തന്നെ കിടന്ന് ഇങ്ങനെ അങ്ങ് പടർന്ന് കായകൾ പിടിച്ചോളും. ഒരു 2 ദിവസം കൂടുമ്പോൾ നമുക്ക് കൈ നിറയെ പയർ വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത 2 മൂട ഞാൻ ഇവിടെ നട്ടിട്ടുള്ളൂ. 2-നകത്തും നിറയെ പിടിക്കുന്നുണ്ട്. ഇത് മുറ്റിയാൽ തന്നെ നമ്മൾ പയർ കൊഴിച്ചിട്ടിട്ട് അതിൻ്റെ പയർ മണികൾ കൊഴിച്ചിട്ട് തോരൻ വയ്ക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറ്റിപ്പയറിൻ്റെ തന്നെ പല ടൈപ്പുണ്ട്. ഒരു 10 ടൈപ്പ് കുറ്റിപ്പയറിൻ്റെ വിത്തുകൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ. ഇഷ്ടംപോലെ പയർ പിടിക്കുന്നതാണ്. നോക്കെ, നമ്മുടെ മുറത്തിനകത്ത് നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. നോക്ക്, കണ്ടോ. ഇവിടെ ഈ 2 മൂട് മാത്രമേ നട്ടിട്ടുള്ളൂ. ഇതുണ്ട് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നതായ ഒരു പയറാണ് ഇത് കുറ്റിപ്പയറാണ്. ഇതും നന്നായിട്ട് പിടിക്കുന്ന ഒരെണ്ണമാണ് കേട്ടോ. അപ്പം പന്തലിടാൻ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഈ കുറ്റിപ്പയർ നടാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇഷ്ടംപോലെ പയർ നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഒരു 2 മൂട് വീതം നട്ടാൽ മതി. നോക്കിയേ, നല്ല അടിപൊളി പയറാണ്. അതിനകത്ത് ഫുള്ള് പയർ മണികളും ഉണ്ട്. ഇവിടെ ഇതിനകത്ത് ഒരു ചേനയുടെ മണ്ടയ്ക്കോട്ടായിരുന്നു ഇത് പടർന്ന് കയറി വന്നത്. അതിന് പ്രത്യേകിച്ച് പന്തലും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പം അതിനകത്ത് നല്ല പച്ചോറുമ്പും കൂടെ പടർന്ന് പച്ചോറുമ്പും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടാണ്. അപ്പം കുറ്റിപ്പയർ തന്നെ വിളവെടുത്തപ്പോൾ നോക്കിയാൽ കൈ നിറച്ചുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വിളവെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വിളവെടുത്ത വെണ്ടയ്ക്കയാണ്. എന്നിട്ടും ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ തുമ്പൊന്ന് ഒടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇത് മൂത്തയാണോ ഇളയാണോ ഉള്ളത്. ഇത് മൂത്ത് പോയി കേട്ടോ. അപ്പം നമുക്കിനി അടുത്തതിനെ എടുക്കാം. ഇത് കൊമ്പൻ വെണ്ടയാണ്. കൊമ്പൻ വെണ്ടയുണ്ട്, വർഷാവെണ്ടയുണ്ട്, അർക്ക അനാമികയുണ്ട്, മരവെണ്ടയുണ്ട്. ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. അതിനകത്തോട്ട് കയറി ഒരു 10 മൂട് വെണ്ടയെങ്കിലും നടണം. എങ്കിലേ നമുക്ക് ഇതേപോലെ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പം തമ്മിൽ കണ്ടാൽ എല്ലാവർക്കും ഉടനെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മുട്ട് വയ്യ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, കേൾവി കുറഞ്ഞു, ഇതൊക്കെയാണ് നമ്മുടെ സംസാര വിഷയങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നേരെ ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പച്ചക്കറി കൃഷിയൊക്കെ രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ അസുഖങ്ങളെയൊക്കെ അങ്ങ് മറക്കും. അപ്പം തമ്മിൽ സംസാരം എന്ന് പറയുന്നത്, ഇപ്പം നിൻ്റെ വീട്ടിൽ എന്തൊക്കെ നട്ടിട്ടുണ്ട്, പച്ചക്കറി എന്തൊക്കെയാണ് നട്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കും നടണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ഓരോ പച്ചക്കറി ഇങ്ങനെ നട്ട് വിളവെടുക്കും. അപ്പം നമ്മുടെ അസുഖങ്ങളൊക്കെ അങ്ങ് മറക്കും. ഇതൊക്കെ നല്ല എന്തെല്ലാം വെണ്ടയ്ക്ക ഉണ്ടോ, നല്ല അടിപൊളി വെണ്ടയ്ക്ക. ഇതെല്ലാം അങ്ങ് നിൽക്കുക. നമുക്ക് പറിക്കുന്ന നമ്മുടെ മുറത്തിൽ കൊണ്ടൊന്ന് ഇടാമേ.
അപ്പോൾ 2 ടൈപ്പ് എടുത്തപ്പം തന്നെ നമ്മുടെ മുറം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും നിൽക്കുവാണ്, ഇനി എടുക്കാം നമുക്ക്. ഇതുണ്ട്, നല്ല കൊമ്പമണ്ടയാണ്. ഇത് മൂത്ത് പോയത്, അതിന് വിത്തിനെ കൊള്ളാം. ഈ നിൽക്കുന്നത് അർക്കാനാമികയാണ്. ഇതൊക്കെ ഈ പച്ച കളർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ അങ്ങ് പിടിക്കുന്നതിനാണ് കേട്ടോ. വിളവെടുത്താൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ അതിന് വളം ഒഴിച്ചു കൊടുക്കണം. ആഴ്ച 2 പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും സ്ലറികൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പിടിച്ചോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെണ്ടയ്ക്കയുടെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ചെറുതല്ല, ഇനി അടുത്ത് നട്ടിരിക്കുകയാണ്. അടുത്തടുത്ത തലമുറകൾ ഇങ്ങനെ നട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ പഴയതും കൂടെ നിൽക്കുന്നേ. പഴയതിങ്ങനെ പിഞ്ചിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെട്ടിക്കളയാനായിട്ട് മനസ്സ് വരുന്നില്ല. പിന്നെയും അതിനകത്ത് നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുമ്പം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വലിയ നമ്മുടെ വള്ളിപ്പയർ വിളവെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. എല്ലാം ഒന്നും വിളവെടുക്കുന്നില്ല, കുറച്ചൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ 5-6 ലോലാപ്പയറും കൂടെ നിൽപ്പുണ്ട്, അതും കൂടെ ഒന്ന് വിളവെടുക്കാം. ഇവിടെ എല്ലാം പയറാണ്. ഞാൻ പോകുന്ന വഴിയിലെല്ലാം പയർ നിൽപ്പുണ്ട്, കണ്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുക. ലോലാപ്പയർ താണ്ട പിടിച്ച് നിൽക്കുന്നുണ്ടോ. തൊട്ടപ്പുറത്തോട്ടൊക്കെ അതുകൊണ്ട് അവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുക്കാം. ഇനി നാളെ വരുമ്പോൾ നാളെ എടുക്കാമല്ലോ. കണ്ടോ, ഇതാണ് ഒരു 10 മൂട് പയർ, 10 മൂട് വെണ്ട. അപ്പം 10 മൂട് നടുമ്പം മാത്രമേ നമുക്കൊരു 5 അല്ലെങ്കിൽ 7 മൂടൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇത് ലോലാപ്പയറാണേ. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള പയറാണ്, കാരണം അതിനകത്ത് നിറയെ അരികളാണ്. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടും. നമ്മുടെ ബന്ദിപ്പൂക്കൾ നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ വിളവെടുക്കുമ്പോൾ ഇതും വിളവെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുകയാണ്. കാരണം ഇത് തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ലായിരുന്നല്ലോ. പക്ഷേ നിൽക്കുന്ന കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടാണ്. ഇപ്പോഴും ഇങ്ങനെ അങ്ങ് പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളത് കൊടുത്തതൊന്നുമില്ല. നമ്മുടെ പറമ്പിൽ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അവരുടെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി. പിന്നെ കീടങ്ങളെയൊക്കെ തുരത്താനായിട്ടുള്ള ഒരു പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. നല്ലതാണ്. കീടങ്ങളൊന്നും ഇപ്രാവശ്യം എന്തായാലും വെണ്ടയ്ക്കയും പയറും നമ്മുടെ പീച്ചിലിനകത്തും ഒരു കീടങ്ങളും ഇല്ലായിരുന്നു, സത്യം തന്നെയാണ്. ഇപ്പം അത്യാവശ്യം ഒരു 10 മൂടെങ്കിലും ബന്ദിയൊക്കെ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിനി ഇവിടെയൊക്കെ ശീതകാല പച്ചക്കറികൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഇവിടെ എല്ലാം പുല്ലെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി ഇതെല്ലാം നല്ലതുപോലെ കിളച്ച് മറിച്ച് ഇച്ചിരി കുമ്മായമൊക്കെ ഇട്ട് നല്ലതുപോലെ കിളച്ച് മറിച്ചതിന് ശേഷം ഇനി നമ്മൾ ശീതകാല പച്ചക്കറികളായ നമ്മുടെ ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, കുറച്ച് തക്കാളി നടണം, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ കുറേശ്ശെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയത് ഇന്ന് കിളച്ചൊക്കെ ഇടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തടുത്ത ദിവസങ്ങൾ നമുക്കിനി അതൊക്കെ നടണം. അപ്പം ശീതകാല പച്ചക്കറി വിത്തുകൾ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാൻ അറിയാത്ത കുറേ ചേച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊച്ചുമക്കളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് അവർക്ക് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അതിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നിത്യവഴുതനയും ഇഷ്ടംപോലെ പിടിച്ചു വരുന്നുണ്ട്. താഴെ മുതൽ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കുന്നില്ല. നമുക്കിപ്പോൾ പയറൊക്കെ പിച്ചല്ലോ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അടുത്ത ദിവസം പിച്ച. കുറേ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പടർന്ന് കയറി അടുത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങളെയും ചുറ്റി വരിഞ്ഞ് നോക്കി എല്ലാത്തിനകത്ത് ഇങ്ങനെ പിടിച്ചു വരികയാണ്. ഇത് നമ്മുടെ പീച്ചിങ്ങയാണ്. ഉണ്ടോ, പീച്ചിങ് ഒരെണ്ണം മതി. നോക്കിയാൽ അതിൻ്റെ നീളം പീച്ചിൽ, നല്ല അടിപൊളി പീച്ചിൽ നോക്കിക്കേ. 2-3-4 പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വിളവെടുക്കാം. മുറ്റിയാൽ പിന്നെ അത് തോരൻ വയ്ക്കാനായിട്ട് ഒരു സുഖമല്ല. കണ്ട നല്ല അടിപൊളി. എന്താ നീളം. 2 ടൈപ്പ് പീച്ചിലുണ്ട് കേട്ടോ. ഒന്ന് നീളം കുറഞ്ഞതും ഉണ്ട്, നീളൻ പീച്ചിലും ഉണ്ട്.
കണ്ട ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഉണ്ടാ നല്ല അടിപൊളി പീച്ചിൽ. അപ്പോൾ ഞാൻ ഒരെണ്ണേ വിളവെടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ വിളവെടുപ്പ് കണ്ടല്ലോ. കുറച്ച് സമയം നമ്മൾ നമ്മുടെ പറമ്പിലൊന്ന് മെനക്കെടാമെന്നുണ്ടെങ്കിൽ, ക്ഷമയോടുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മുറം നിറയെ കൊട്ടം നിറയെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വിളവൊന്നും ഞാൻ എടുത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ടത് മാത്രമേ എടുത്തുള്ളൂ. നിന്നാൽ മുറ്റി പോകുമല്ലോ എന്ന് കരുതിയിട്ട് അത്യാവശ്യമുള്ളത് മാത്രം എടുത്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതേപോലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിത്തുകളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിക്കാനുള്ള എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും കൂടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.